കഴിഞ്ഞ ദിവസം ചാലിയത്തേക്ക് ഞങ്ങളൊരു കല്യാണത്തിന് പോയതാണ്. കൂടെ വിച്ചിക്കാക്കുണ്ട്, റാഷിയുണ്ട്, അസ്രഫ് മാഷും ഉണ്ട്. ദൂരം കുറച്ച് കൂടുതലായതുകൊണ്ട് വിശന്നിട്ട് റാഷിന്റെ പിടുത്തം വിട്ടിരുന്നു. ഫ്രീ ആയി അതൊക്കെ കഴിച്ചപ്പോൾ അവനൊരു സമാധാനമായി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം കല്യാണ മണ്ഡപത്തിലെത്തി. അപ്പോഴത്തേക്ക് നിക്കാഹിന് വേണ്ടിയിട്ട് മുത്തന്നൂർ തങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ റമീസിന്റെ നിക്കാഹ് തുടങ്ങുകയാണ്. അങ്ങനെ അവന്റെ സ്വപ്നം പൂവണിഞ്ഞു. പിന്നെ സയ്യിദ് അവർകൾ പറഞ്ഞ ഉപദേശമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇത് മോളെ വാപ്പാക്ക് ഇവിടുന്ന് അങ്ങോട്ട് നോക്കാൻ കഴിവില്ലാത്തത് കൊണ്ടെല്ലാം നിങ്ങളെ ഏൽപ്പിച്ചു തരുന്നത്. ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് മാത്രമല്ല, ഈ ഉപ്പ എങ്ങനെയാണോ ഹഫ്നയെ വളർത്തിയത്, ആഴ്ചയിൽ ഒരു ദിവസം ആട്ടിറച്ചി വാങ്ങി കൊടുത്തിട്ടാണ് പൊട്ടി വളർത്തിയെങ്കിൽ ആട്ടിറച്ചി വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയാണ്. അതിൽ ആഴ്ചയിൽ ഒരു ദിവസം അൽഫാം വാങ്ങി കൊടുക്കുന്ന വാപ്പയാണെങ്കിൽ അതിന് റെഡിയാണ്. ആഴ്ചയിൽ ഒരു ദിവസം ചോറ് കൊണ്ടുവരുന്ന വാപ്പയാണെങ്കിൽ അതിന് റെഡിയായി. ഇതാണ് ഒരു ഉപ്പയും ഒരു ഉമ്മയും പൊന്നുപോലെ നോക്കിയ മോളെ അതുപോലെ തന്നെ ഞാനും നോക്കാം എന്നുള്ളൊരു ഏറ്റെടുക്കലാണ് അബിൽത്തു എന്ന് പറയുന്നതെന്നാണ് തങ്ങൾ ചുരുക്കി പറഞ്ഞത്. എന്നാൽ ഇതിൽ മറ്റൊരു വിഷയം, അനിസ്ലാമികപരമായി മാതാപിതാക്കൾ കൊണ്ടു നടന്ന മോളാണെങ്കിൽ അങ്ങനെ കൊണ്ടു നടക്കണമെന്ന് ഇതിലർത്ഥവുമില്ല. അങ്ങനെ നിക്കാഹ് കഴിഞ്ഞ് പിന്നെ ഫുഡ് ഏരിയയാണ്. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു യാസിനോടും മനുവിനോടും ചോദിച്ചാൽ മതി. അൽഹംദുലില്ലാ നല്ല ഭക്ഷണമായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ മെല്ലെ നാട്ടിലേക്ക് തിരിച്ചു.